How many attempts did you take to clear CA exams? This is one of the major questions I've been facing ever since I qualified as CA. Before that, this is me, CA Mohammed Altaf. And for more CA, CMA, CS related and especially tax related videos, do subscribe to the channel. Okay. അപ്പോൾ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യനാണ്, എത്ര അറ്റംപ്റ്റിലാണ് നിങ്ങൾ CA പാസ്സായത്? അതിന് മുമ്പ് I just want to clear this to all my CA or CMA aspirants and those who couldn't clear for the first attempt. See, no matter how many attempts did you take, that is not going to affect your career. നിങ്ങളുടെ കഴിവിനെ വെച്ചിട്ടാണ് ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവുക. അതുകൊണ്ട് അതൊന്നും നിങ്ങൾ പേടിക്കണ്ട. എന്നാലും ഞാൻ എൻ്റെ സ്റ്റോറി പറയാം. അപ്പോൾ ഞാൻ ഡയറക്റ്റ്ലി ഇത്ര അറ്റംപ്റ്റ് എന്ന് പറയുന്നതിന് പകരം ഐ വിൽ ഷെയർ അതർ സ്റ്റോറി ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുന്ന CMA ആയിട്ടുള്ള അല്ലെങ്കിൽ CS അല്ലേ പഠിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു പ്രചോദനമുണ്ടെങ്കിൽ അത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ ഇൻ്റർ ആൻഡ് ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ അന്ന് CPT ആയിരുന്നു. അപ്പോൾ CPT അല്ലേ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഫൗണ്ടേഷൻ ആൻഡ് ഇൻ്റർ അതിനെക്കുറിച്ച് പറയാം. അതിലൊന്നുമില്ല. ഫൗണ്ടേഷൻ ഐ ക്ലിയർ ഫോർ ദ ഫസ്റ്റ് അറ്റംപ്റ്റ് ആൻഡ് ഇൻ്റർ ആൾസോ ബോത്ത് ഗ്രൂപ്പ് ഐ ക്ലിയർ ഫസ്റ്റ് അറ്റംപ്റ്റ്. അപ്പോൾ അതിലൊന്നും വലിയ സംഭവമായില്ല. ആൻഡ് ആഫ്റ്റർ ക്വാളിഫയിങ് അല്ലെങ്കിൽ ആഫ്റ്റർ പാസ് ഔട്ടിങ് ദറ്റ് ഇൻ്റർ നമ്മൾ ആർട്ടിക്കിൾഷിപ്പ് അന്ന് 3 വർഷം ആർട്ടിക്കിൾഷിപ്പ് ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തിരഞ്ഞെടുത്തത് ബാംഗ്ലൂരായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് എ റൈറ്റ് ചോയ്സ് ടു. ബാംഗ്ലൂരിന് ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് അടിച്ചു പൊളിക്കുക എന്നുള്ള കാരണം കൊണ്ടല്ല. ആസ് എ കേരളൈറ്റ്, ആസ് എ മലയാളി, we know how to read English, how to speak, how to write English, how to listen English, but we can't speak. അല്ലേ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അതൊന്ന് ഓവർകം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമായിട്ടാണ് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയത്. ആൻഡ് ഇറ്റ് വാസ് റിയലി നൈസ്. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ അവിടുന്ന് ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ എനിവേ, അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് നമ്മളവിടെ ഇതേപോലെ തന്നെ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഞാനൊരു 4-5 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, എല്ലാം പൊട്ടി. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈവൻ ആഫ്റ്റർ വി ഹാവ് മെനി റിവിഷൻ ഓഫ് ദി സിലബസ്, നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, ബട്ട് ദ തിങ് ഈസ് ദറ്റ് വി കാൻ സ്പീക്ക്. ആ ഒരൊറ്റ പ്രശ്നം കൊണ്ടാണ് ഒരുപാട് ഇൻ്റർവ്യൂ നഷ്ടപ്പെട്ടത്. പിന്നെ അങ്ങനെ അത് ശീലമായി. പിന്നെ അങ്ങനെ അവസാനം ഞാനൊരു കമ്പനിയിൽ കയറി. അപ്പോൾ കോറമംഗല എന്നുള്ള സ്ഥലത്തായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്ന കമ്പനി, അതായത് CFM. ഇതൊക്കെ ഞാൻ ഇതിലേക്ക് വലിച്ചേക്കാൻ കാരണം എൻ്റെ അറ്റംപ്റ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇതൊക്കെ പറയണം. ഓക്കെ, അപ്പോൾ അതായിരുന്നു ബേസിക്കലി ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരു CFM ആയിരുന്നു. പിന്നെ ഞാൻ താമസിച്ചിരുന്നത് ആദ്യം ജയനഗർ എന്നുള്ള സ്ഥലത്തായിരുന്നു. പിന്നീട് ഞാൻ ഇതിൻ്റെ അടുത്തുള്ള മടിവാള എന്നുള്ള സ്ഥലത്തായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. മടിവാളനെ കുറിച്ച് പറഞ്ഞ സമയത്ത് വൻ കോമഡി ആയിരുന്നു. ഞാൻ ഫസ്റ്റ് അവിടെ പോയ സമയത്തൊക്കെ I found 1 or 2 Malayalis and I was very happy. ഞാൻ അവിടെ പോയിട്ട് അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു, നാട്ടിലെവിടെയാണ് കൈൻഡ് ഓഫ് തിങ്സ്. പിന്നെ നമ്മൾ നോക്കുന്ന എല്ലായിടത്തും മലയാളിയാണ്. പിന്നെ മനസ്സിലായത് ഇത് ഫുൾ മലയാളീസാണ്. അവിടെ നമ്മൾ കന്നഡക്കാരെയാണ് ഇടയ്ക്ക് കാണുക, ബാക്കിയെല്ലാം മലയാളീസാണ്. അതാണ് മടിവാളിൻ്റെ പ്രത്യേകത. ഇറ്റ് ഈസ് എ മലയാളി ഏരിയ ആക്ച്വലി. സോ എനിവേ, അപ്പോൾ അവിടെയായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. നൗ കമ്മിങ് ടു ദ റിയൽ മാറ്റർ. അപ്പോൾ ഞാൻ 1.5 വർഷം ആയപ്പോഴേക്ക് എന്താ പ്രശ്നം വെച്ചാൽ, പല ആളുകൾ എന്താ ചെയ്യാം, നമ്മുടെ ആർട്ടിക്കിൾഷിപ്പ് കഴിഞ്ഞിട്ട് ആണ് ക്ലാസ്സിന് പോയി തുടങ്ങുക. പക്ഷെ അങ്ങനെ പോകുന്ന സമയത്ത് വീണ്ടും നമുക്കൊരു 6 മാസത്തിൻ്റെ മുകളിൽ ക്ലാസ്സിനെടുക്കും. പിന്നെ അത് പഠിക്കാൻ വേറെ സമയം എടുക്കും. അതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ, ഈ ആർട്ടിക്കിൾഷിപ്പിൻ്റെ കൂട്ടത്തിൽ തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. ഇപ്പം നമുക്ക് റെക്കോർഡ് ക്ലാസ്സസ് ഒക്കെ ഉണ്ട്. അന്ന് റെക്കോർഡ് ക്ലാസ് അത്രത്തോളം സുലഭമല്ല. പിന്നെ അത് കാണാനുള്ള മെക്കാനിസം നമുക്ക് കുറവാണ്. അപ്പോൾ ഏതായാലും ഞാൻ ആക്ച്വലി ഞാൻ ചെയ്തത് നമ്മളുടെ ക്യാബ്സ് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പോൾ ക്യാബ്സ് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോയി. അവിടെ മോർണിംഗ് ക്ലാസ്സും ഈവനിങ് ക്ലാസ്സും ഉണ്ട്. മോർണിംഗ് 6 to 9, ഈവനിങ് 6 to 9 ഇതായിരുന്നു ക്ലാസ് ടൈം. അപ്പോൾ അവസാനത്തെ ഒരു 1.5 വർഷം അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മളുടെ ബാംഗ്ലൂരിൻ്റെ എന്താ പറയുക, ബാംഗ്ലൂർ എൻജോയ് ചെയ്തോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ ടൈം ടേബിൾ, എൻ്റെ ഒരു ടൈം ഇത് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്കറിയാം എത്രത്തോളം എൻജോയ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഏതായാലും സംഭവം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് 6 to 9 ആണ് രാവിലെ ക്ലാസ്. അപ്പോൾ ഓഫീസാണെങ്കിൽ 10 to 5 ഒക്കെയാണ് ഓഫീസ് ഉണ്ടാവുക. 5 കഴിഞ്ഞാൽ കഴിഞ്ഞു, അല്ലെങ്കിൽ ഇനിയും ഇരിക്കേണ്ടി വരും. പിന്നെ വീണ്ടും നമ്മൾ 6 to 9 നമ്മൾ വീണ്ടും ക്ലാസ്സിലേക്ക് പോകണം. ഇതായിരുന്നു എൻ്റെ ടൈം ഷെഡ്യൂൾ. ഓക്കെ, സോ
നമ്മൾ 6 o'clock അവിടെ എത്തണമെങ്കിൽ ക്യാമ്പ്സ് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്തണമെങ്കിൽ അത് കുറച്ച് അപ്പുറത്തെ ദൂരെയാണ്. അപ്പോൾ അങ്ങോട്ട് എത്തണമെങ്കിൽ ഞാനൊരു 5:30 റൂമിൽ നിന്ന് ഇറങ്ങണം. പക്ഷെ അതെനിക്കൊരു യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ 3:15 ആവുന്ന സമയത്ത് എണീക്കുന്ന ആളായിരുന്നു. അത്രയും ഏർലി സമയത്ത് എണീക്കുന്ന ആളായിരുന്നു. അപ്പോൾ അത് എനിക്കൊരു ടാസ്കേ ആയിരുന്നില്ല. കാരണം ഞാൻ ആ സമയത്ത് ഇരുന്ന് പഠിക്കും. കാരണം എനിക്ക് രാവിലെ ആയിരുന്നു ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സമയം. അപ്പോൾ അതൊരു പ്രശ്നമായിരുന്നില്ല. പക്ഷേ പ്രശ്നം വെച്ചാൽ പിന്നെ ഞാൻ അവിടെ പോകും, 9 o'clock ക്ലാസ് തീരും, പിന്നെ നേരെ വന്നിട്ട് ഓഫീസിലേക്ക് പോകണം. അപ്പോൾ ഞാൻ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും. കാരണം നമുക്ക് ടൈം ഉണ്ടാവില്ല. ചിലപ്പോൾ ഫാക്കൽറ്റി ഒന്ന് കൂട്ടിയെടുക്കും. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയം ഉണ്ടാവില്ല. ഇതൊക്കെ ഞാൻ ഈ പറയുന്നത് നമ്മുടെ അറ്റംപ്റ്റുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയാൻ കാരണം. അപ്പോൾ അങ്ങനെ ഞാൻ ബേസിക്കലി നേരെ ഓഫീസിലേക്ക് പോകും. പിന്നെ ഉച്ചയ്ക്ക് കയറി ചിലപ്പോൾ ഫുഡ് കഴിക്കാം. അപ്പോൾ അതിനുള്ളിൽ വെള്ളം ഉണ്ടാവില്ല, ഫുഡും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെയായിരുന്നു ഫുൾ ഷെഡ്യൂൾ അങ്ങനെയായിരുന്നു. പിന്നെ നമ്മൾ 5 o'clock ഓഫീസ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 5:30 ആവും ഓഫീസ് കഴിഞ്ഞാൽ നേരെ വീണ്ടും ക്ലാസ്സിലേക്ക് ഓടണം. 6 to 9, ഈവനിങ് 6 to 9 അങ്ങനെ ആയിരിക്കണം. അപ്പോൾ ഇതായിരുന്നു അവസ്ഥ. 6 to 9 അല്ലേ. എന്നിട്ട് പിന്നെ വന്നിട്ട് പിന്നെ ഒരു 10 o'clock ആകുമ്പോൾ ഉറങ്ങും. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ വീണ്ടും 3:15 ആകുന്ന സമയത്ത് എണീക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഓരോ ഡയലി എടുക്കുന്ന കാര്യങ്ങൾ അന്ന് തന്നെ കവർ ചെയ്ത് പോയതുകൊണ്ട് എനിക്ക് ആ പ്രശ്നമുണ്ടായിരുന്നു. വളരെ സുഖമായിട്ട് എനിക്ക് കവർ ചെയ്യാൻ പറ്റുന്നു, എല്ലാ ടോപ്പിക്കും കവർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ സാറ്റർഡേ സൺഡേ ഒരു പാർട്ട് ടൈം ജോബ് ഉണ്ടായിരുന്നു. അപ്പോൾ കാരണം സൺഡേ നമുക്ക് കുറച്ചൊക്കെ ലീവ് ഉണ്ടാവും. പക്ഷെ അന്ന് ഈ പാർട്ട് ടൈം ജോബ് ഉള്ളതുകൊണ്ട് അതും അങ്ങനെ ഫുൾ കംപ്ലീറ്റ്ലി പാക്കഡ് ആയിരുന്നു. ഈ സൺഡേ ഒരു പാർട്ട് ടൈം ജോബ് പറഞ്ഞാൽ അക്കൗണ്ടിങ് ജോബായിരുന്നു കേട്ടോ. സോ എനിവേ, അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളുടെ അവിടുത്തെ ഒരു ലൈഫ് എന്ന് വെച്ചാൽ. അപ്പോൾ ഇങ്ങനെ ഞാൻ ബേസിക്കലി അങ്ങനെ ഫുൾ ബിസി ലൈഫായിരുന്നു. എനിക്കിപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ. ഐ കുഡ് മാനേജ് ദോസ് ഡേയ്സ്. എനിക്കിപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റില്ല. ഞാൻ 3:15 എണീക്കുന്ന ആളിപ്പോൾ ഞാൻ 6:15 എണീക്കാൻ എനിക്ക് മടിയാണ്. അതാണ് എൻ്റെ വേറൊരു ഫണ്ണി പാർട്ട് എന്ന് വെച്ചാൽ. അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെ നമ്മൾ കഴിഞ്ഞു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 2018 മെയ് എക്സാംസ് ആണ് ഞാൻ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഏപ്രിൽ 3 എൻ്റെ ഏപ്രിൽ 2 എൻ്റെ ക്ലാസ് തീരുന്നത്. കറക്റ്റ് എനിക്ക് ഡേറ്റ് ഓർമ്മയുള്ള കാരണം എനിക്ക് എക്സാക്ട്ലി 1 month ആയിരുന്നു സ്റ്റഡിയിൽ കിട്ടിയത്. അപ്പോൾ മെയ് 3 ആയിരുന്നു മെയ് 2018 3 ആയിരുന്നു എൻ്റെ എക്സാംസ്. ഏപ്രിൽ 2 ക്ലാസ് കഴിഞ്ഞു. അന്ന് തന്നെ ഞാൻ അവിടെ നിന്ന് വിട്ടു. കാലിക്കറ്റ് ആയിരുന്നു എക്സാം സെൻറ്റർ. അപ്പോൾ കാലിക്കറ്റ് റൂം എടുത്ത് ഞാൻ 1 മാസം കറക്റ്റ് ഉണ്ട്. എനിക്കത് മതിയായിരുന്നു. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഡെയിലി പഠിച്ച കാര്യങ്ങളൊക്കെ ഡെയിലി പ്രാക്ടീസ് ചെയ്യും. കാരണം അത്രയും ടൈം 3:15 എണീറ്റ് കഴിഞ്ഞാൽ 4:15 5:15 നമുക്ക് 2 മണിക്കൂർ കിട്ടും. അത് നല്ല ഇഫക്റ്റീവ് ടൈം ആയിരിക്കും രാവിലത്തെ ടൈം. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വേറെയും കുറേ ലീവുള്ള സമയത്തൊക്കെ വീണ്ടും റിവിഷനൊക്കെ പക്ക പ്ലാൻ ചെയ്തിട്ട് ചെയ്യും. അപ്പോൾ ഈ 1 month ഇറ്റ് വാസ് ഇനഫ് ഫോർ മീ. പക്ഷേ ഒരു പ്രശ്നം അതിൻ്റെ ഇടയിൽ ഞാൻ അറിയാതെ എന്നെ ബാധിച്ചിരുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എൻ്റെ ഹെൽത്ത് ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഈ ഒരു ഷെഡ്യൂൾ കാരണം ഞാൻ എൻ്റെ ഹെൽത്ത് തീരെ ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പോൾ എനിക്ക് വന്നൊരു ഇഷ്യൂ ആയിരുന്നു യൂറിൻ ഇൻഫെക്ഷൻ. അത് സംഭവം നമുക്ക് അത്ര വലിയ പ്രശ്നം തോന്നിയില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വാഷ്റൂം പോകേണ്ടി വരും. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അതൊക്കെ നമ്മൾ റൂമിൻ്റെ അടുത്തല്ലേ, അപ്പോൾ നമ്മൾ ഇടയ്ക്ക് പോകുന്നു, വെള്ളം കുടിക്കുന്നു അല്ലേ. കാരണം ആ 1 month ഒക്കെ ഞാൻ കംപ്ലീറ്റ് ഫുൾ നല്ല ഭക്ഷണം, അതുപോലെ തന്നെ നല്ല വെള്ളം കൂടിയൊക്കെ സെറ്റായിരുന്നു. പക്ഷെ അപ്പോഴേക്കും ഈ ഇൻഫെക്ഷൻ നല്ല രീതിയിൽ വന്നിരുന്നു. പിന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനുള്ള സമയമായിരുന്നില്ല. ആ സമയത്ത് ഫുൾ പഠിക്കുക എന്നുള്ളൊരു ചിന്തയായിരുന്നു. പിന്നെ അത് അത്ര വലിയ ഇഷ്യൂ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഫസ്റ്റ് എക്സാം ഹാളിലേക്ക് കയറി. FRൻ്റെ എക്സാം ആയിരുന്നു ഫസ്റ്റ്. FR എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. അപ്പോൾ FRൻ്റെ എക്സാംസ് 3 മണിക്കൂർ തികച്ച് കിട്ടിയാലും നമുക്ക് എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സബ്ജക്റ്റാണ് FR ഒക്കെ. ഞാൻ എക്സാം എഴുതി തുടങ്ങി ഒരു 1/2 മണിക്കൂർ ആകുമ്പോഴേക്കും എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ്റെ ഇഷ്യൂ വന്നു. ഞാൻ അവിടുത്തെ എക്സാമിനോട് പറഞ്ഞു എനിക്ക് വാഷ്റൂം പോകണം. അപ്പോൾ അവരെന്നെ ആദ്യം വണ്ടർ അടിച്ചിട്ട് നോക്കുകയാണ്, ചെങ്ങനെ എന്താ ചെയ്യുന്നത്, CA എക്സാമിൽ എഴുതാൻ വന്നിരിക്കുന്നത് എന്നൊക്കെ ഒരു ഡൗട്ടിലാണ് ആൾ നോക്കുന്നത്. അപ്പോൾ മാത്രമല്ല, ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താ വെച്ചാൽ നമ്മളുടെ കൂടെ ഒരാളും കൂടെ വരും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എൻ്റെ കൂടെ ഒരാളും കൂടെ വിട്ടു. കാരണം നമ്മളെന്തെങ്കിലും മാൽ പ്രാക്ടീസ് പുറത്ത് ചെയ്യുമോ എന്നുള്ള രീതിയിലാണ് അത് നമ്മളുടെ കൂടെ ഒരാൾ അയക്കുന്നത്. അപ്പം അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, വാഷ്റൂം പോയി. എനിക്കാണെങ്കിൽ ഒരാൾ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് വാഷ്റൂം വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ചില ആളുകൾക്ക് ഉണ്ടാവുക ഇഷ്യൂ. അങ്ങനെ അവിടെ തന്നെ ഒരുപാട് സമയം പോകും, തിരിച്ചു വരും. ഒരു ക്വസ്റ്റ്യൻ്റെ പകുതി വെച്ചിട്ടൊക്കെ ആയിരിക്കും പോയിട്ടുണ്ടാവുക. പിന്നെ ആ ക്വസ്റ്റ്യൻ വീണ്ടും നമ്മൾ വായിക്കണം,
പിന്നെ എനിക്ക് തോന്നുന്നു, എനിക്ക് ഇഫ് ഐ എം നോട്ട് റോങ്, ഒരു 4 തവണയെങ്കിലും ഞാൻ അന്ന് വാഷ്റൂം പോയിട്ടുണ്ടാവും ഈ FRൻ്റെ എക്സാംസ്. അതുപോലെ എനിക്ക് ഓർമ്മയുള്ളത് എല്ലാ എക്സാമിനും പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ കുറച്ചുകൂടെ ഓർമ്മയുള്ളത് കോസ്റ്റിങ്ങിൻ്റെ എക്സാമിനായിരുന്നു. അതിന് 4-5 തവണ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇത് വലിയൊരു ഇഷ്യൂ ആയി മാറി. ഈ ഒരു യൂറിൻ ഇൻഫെക്ഷൻ വലിയൊരു ഇഷ്യൂ ആയി മാറി. വളരെ, അപ്പോൾ ആർക്കെങ്കിലും യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ചികിത്സ ചെയ്യുക, അല്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ എന്നാലും എനിക്ക് ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ എഴുതി, എക്സാമൊക്കെ എഴുതി. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെ തീർത്തു ആ എക്സാം. എങ്ങനെ തീർത്ത് ഞാൻ വീട്ടിലേക്ക് വന്നു. പിന്നെ റിസൾട്ട് വന്നു, വൃത്തിയായിട്ട് പൊട്ടി. വളരെ മിനിമം മാർക്കൊക്കെ എനിക്ക് കിട്ടിയത് കേട്ടോ. അത് കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ പ്രതീക്ഷ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ മാർക്ക് വാങ്ങുന്നുണ്ടാവും. പക്ഷേ അത് പ്രതീക്ഷ നമ്മളെ സമാധാനിപ്പിക്കാൻ ഉണ്ടാക്കിയ പ്രതീക്ഷയായിരുന്നു. കാരണം അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, 4-5 തവണ വാഷ്റൂം പോയ ഒരാൾക്ക് എക്സാമിൻ്റെ ഇടയിൽ വാഷ്റൂം പോയ ഒരാൾക്ക് ഒരു എത്രത്തോളം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം. അങ്ങനെ ഞാൻ വളരെ ഡെസ്പായിരുന്നു ഞാൻ ആ റിസൾട്ട് വന്നതിന് ശേഷം. എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് തോൽക്കുന്നത് അല്ലേ. അപ്പോൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അത്രത്തോളം സങ്കടവും അല്ലേ. ഇനി CA എക്സാം തന്നെ വിട്ടാലോ എന്നൊക്കെ ആലോചിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഫിനാൻഷ്യലി കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാനത് വിട്ടിട്ട് എന്തെങ്കിലും ജോലി നോക്കിയാലോ എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിച്ചിട്ട് ഞാൻ ഒരു തവണ കൂടെ എഴുതാൻ തീരുമാനിച്ചു. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ആർട്ടിക്കിൾഷിപ്പിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ആർട്ടിക്കിൾഷിപ്പ് തീർത്തു. എനിക്ക് കറക്റ്റായിട്ട് 2.5 മാസം, 3 മാസമല്ല, ഒരു 2.5 months ഒക്കെയാണ് എനിക്ക് പിന്നെ ഒരു എക്സാം ലീവായിട്ട് കിട്ടിയത്. അപ്പോൾ എക്സാം ലീവായിട്ട് കിട്ടി ഞാൻ ആദ്യം ചെയ്തത് ഒരു ഡോക്ടറെ പോയിട്ട് കണ്ടു, ഈ യൂറിൻ ഇൻഫെക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ട്. കാരണം അതാണ് എൻ്റെ ഏറ്റവും വലിയ വില്ലൻ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആദ്യം നിങ്ങൾ കംപ്ലീറ്റ് എന്ത് ചെയ്യണം, നിങ്ങൾ നോൺ വെജ് ഒഴിവാക്കണം, ഫുൾ വെജിറ്റേറിയൻ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് 2.5 മാസം കംപ്ലീറ്റ് വെജിറ്റേറിയൻ. ഒരിക്കലും ഇനി ഫോളോ ചെയ്യാൻ കഴിയും തോന്നുന്നില്ല. പക്ഷെ കംപ്ലീറ്റ് വെജിറ്റേറിയൻ. കാരണം ഈ ഒരു പേടിച്ചിട്ട് കഴിഞ്ഞ ഇതിൻ്റെ എന്താ പറയുക, അനുഭവം നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ പേടിച്ചുകൊണ്ട് ഞാനത് എന്ത് ചെയ്തു, കംപ്ലീറ്റ് വെജിറ്റേറിയനായി. നല്ല വെള്ളം കുടിക്കാൻ പറഞ്ഞു, നല്ല വെള്ളം കുടിച്ചു. ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. മോക്ക് ടെസ്റ്റിൻ്റെ റെലവൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാവരും നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ കംപ്ലീറ്റ് മാറിയിട്ടോ, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. നല്ല വെള്ളം കൂടി എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ ആണ് പഠിക്കുന്നത്. ഞാൻ പിന്നെ റൂമൊന്നും എടുത്തില്ല. കാരണം എൻ്റെ വീട്ടിൽ ഞാനും ഉമ്മയും മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ വേറെ കിട്ടൂല. ഉമ്മയാണെങ്കിൽ ജോലിക്ക് പോകും. ഉമ്മ ജോലി എടുക്കണം. അപ്പോൾ ഉമ്മ ജോലിക്ക് പോകും, ഞാൻ ബേസിക്കലി മാത്രമേ. അപ്പോൾ അത്രയും സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ വേറെ കിട്ടാനില്ല. അപ്പോൾ അത്രയും നല്ല സുഖമായിട്ട് പഠിക്കാം, അവിടെ സുഖമായിട്ട് പഠിക്കാം. അങ്ങനെ ഒരു എക്സാമിൻ്റെ ഒരു 10 ദിവസം മുമ്പാണ് ഞാൻ ആദ്യം ഒരു മോക്ക് ടെസ്റ്റ് ചെയ്തത്. മോക്ക് ടെസ്റ്റ് പറഞ്ഞാൽ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പോയിട്ടല്ല, എൻ്റെ വീട്ടിലിരുന്നിട്ട് ഞാനൊരു 2 മണിക്ക്, അന്ന് ഉമ്മ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മാനോടൊക്കെ പറഞ്ഞു 2 മണിക്ക് ഞാൻ മോക്ക് ടെസ്റ്റ് എഴുതാൻ പോവാണ്, എന്നെ ഒരു 3 മണിക്കൂർ സമയത്തേക്ക് വിളിക്കാൻ പാടില്ല, ഞാൻ കംപ്ലീറ്റ് എക്സാം എഴുതിയായിരിക്കും. ഉമ്മ പറഞ്ഞു ഓക്കെ സെറ്റ്, നിങ്ങൾ ഇനി എഴുതിക്കോ. അപ്പോൾ ഞാൻ എക്സാം എഴുതാൻ റൂമിൽ കയറി വാതിലൊക്കെ അടിച്ചു. ഉമ്മ പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും, അന്ന് നമ്മളുള്ളതും വാഷ്റൂമിലെ പുറത്തെ വാഷ്റൂം. അപ്പോൾ ഞാൻ നേരെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, റൂമൊക്കെ തുറന്ന് വാഷ്റൂമിലേക്ക് ഓടുന്നുണ്ട്. അപ്പോൾ ഉമ്മ ചോദിച്ചു, ഇപ്പോഴും മാറിയിട്ടില്ല, എൻ്റെ ഇഷ്യൂ മാറിയില്ല, കാരണം അടുത്ത 10 ദിവസം കഴിയുമ്പോൾ എക്സാമാണ്. അപ്പോൾ ഞാൻ കാര്യം റിയലൈസ് ചെയ്തു, ഇപ്പോൾ എനിക്ക് എന്താ പറയുക, രോഗത്തിൻ്റെ പ്രശ്നമല്ല, വെള്ളം കൂടി കയറിയിട്ടുള്ള പ്രശ്നമാണ്. ഇത് പേടിച്ച് വെള്ളം കുടിച്ച് അങ്ങനെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. കാരണം ഇത് മോക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്കിത് മനസ്സിലായത് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത മോക്ക് ടെസ്റ്റിൽ ഞാനൊരു 4 മോക്ക് ടെസ്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് മോക്ക് ടെസ്റ്റിൽ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് വെള്ളം കൂടി കുറച്ചു. ഒരു 12 മണിക്ക് ശേഷം കുറച്ച് വെള്ളം കൂടി കുറച്ചു. അപ്പോൾ എനിക്കൊരു 1-2 മണിക്കൂറൊക്കെ ഇരിക്കാൻ പറ്റി. എൻ്റെ ഫുൾ എക്സാം ഹാളിൽ 2 മണിക്കൂറൊക്കെ ഇരിക്കാൻ പറ്റി. എന്നിട്ട് വാഷ്റൂം പോയി. അങ്ങനെ എനിക്ക് തോന്നുന്നു 4ാമത്തെ മോക്ക് ടെസ്റ്റിലാണ് എനിക്ക് 3 മണിക്കൂർ എക്സാം ഹാളിൽ ഇരിക്കാൻ പറ്റിയത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ചലഞ്ച് എന്തായിരുന്നു എന്ന് വെച്ചാൽ, പഠിക്കുക പാസ്സാവുന്നല്ല, 3 മണിക്കൂർ എങ്ങനെയും എക്സാം ഹാളിൽ ഇരിക്കണം എന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ചലഞ്ച്. അപ്പോൾ അങ്ങനെ ഒരു 4ാമത്തെ മോക്ക് ടെസ്റ്റിലാണ് എനിക്കത് കഴിഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, എല്ലാവരും നിർബന്ധമായിട്ടും മോക്ക് ടെസ്റ്റ് എഴുതണം. ഓക്കെ, കാരണം മോക്ക് ടെസ്റ്റിലാണ് നമ്മൾ എക്സാം ഹാളിൽ പോയിട്ട് മിസ്റ്റേക്ക് വരുത്തുന്നതിന് മുമ്പ് നമുക്കതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യാം, ഇത് ഐഡൻറ്റിഫൈ, നമ്മൾ എന്തൊക്കെ മിസ്റ്റേക്ക് വരുത്തും എന്നുള്ളത് ഐഡൻറ്റിഫൈ. വെറുതെ ഒരു മോക്ക് ടെസ്റ്റ് അല്ല, ഒരു എക്സാമിൻ്റെ അതേ കണ്ടീഷനിൽ അപ്പോൾ
വീഡിയോ ചെറുതായിട്ടൊന്ന് കട്ടായി പോയി. ഓക്കെ, എനിവേ, സോ മോക്ക് ടെസ്റ്റിൻ്റെ റെലവൻസ് അതാണ്. ഇനി ഏതായാലും അങ്ങനെ എൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് അതായിരുന്നു 3 മണിക്കൂർ എക്സാം ഹാളിൽ ഇരിക്കുക എന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ചലഞ്ച്. അപ്പം അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എക്സാം എഴുതാൻ പോയി. നവംബർ 2018 എക്സാം എഴുതാൻ പോയി. അങ്ങനെ എക്സാം എനിക്ക് 3 മണിക്കൂർ ഇരിക്കാൻ പറ്റി, ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ റിസൾട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ റിസൾട്ട് വെയിറ്റ് ചെയ്ത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, പിന്നെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നത് ജാൻ 2019 23 എൻ്റെ റിസൾട്ട് വരുന്നത്. അപ്പോൾ എന്താണ് ബേസിക്കലി ആ റിസൾട്ട് വരുന്ന അന്ന് രാവിലെ റിസൾട്ട് വരുന്ന പറഞ്ഞത്. അപ്പോൾ രാവിലെ റിസൾട്ട് വരുമെന്ന് പറഞ്ഞു. പക്ഷേ അവർ വൈകിട്ടാണ് റിസൾട്ട് അവർ ഡിക്ലെയർ ചെയ്യുന്നത്. അന്ന് വേറൊരു പിന്നെ സന്തോഷ വാർത്ത ഉണ്ടായിരുന്നു. എൻ്റെ വീടിൻ്റെ കുറ്റിയടി ആയിരുന്നു അന്ന്. കുറ്റിയടി എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഫൗണ്ടേഷൻ സ്റ്റോൺ അല്ല, നമ്മുടെ എന്താ പറയുക, ഒരു കുറ്റിയടി എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട് അല്ലേ. അപ്പോൾ അതും അന്നായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതിന് വന്ന ആശാരിനോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് വൈകിട്ട് CA റിസൾട്ട് വരുന്നുണ്ട്. അപ്പോൾ അഥവാ തോറ്റു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കുറ്റിയൊക്കെ പറിക്കേണ്ടി വരും. അപ്പോൾ എങ്ങനെയായാലും ഞാൻ റിസൾട്ട് വരുന്ന സമയത്ത് പിന്നെ ഫസ്റ്റ് ഉമ്മാൻ്റെ ഫോണിൽ നിന്നാണ് നോക്കുന്നത് അല്ലേ. നമ്മൾ റിസൾട്ടിൻ്റെ സമയത്ത് നമ്മൾ ഫുൾ അന്ധവിശ്വാസികളായിരിക്കും. പല രീതിയിലുള്ള വിശ്വാസങ്ങൾ നമ്മൾ മനസ്സിലേക്ക് കയറി വരും. അങ്ങനെ അല്ലേ, ഒന്ന് ദൈവവിശ്വാസികളാവും ആ സമയത്ത്, പിന്നെ അന്ധവിശ്വാസികളാവും. അപ്പോൾ ഉമ്മാൻ്റെ ഫോൺ നോക്കി ഒന്നുകൂടെ ഐശ്വര്യം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഉമ്മാൻ്റെ ഫോൺ നോക്കി. അപ്പോൾ അത്ഭുതപ്പെടുത്തി നമ്മൾ ബോത്ത് ത്രൂ പാസ്സായി, CA ഫൈനൽ ബോത്ത് ത്രൂ പാസ്സായി. ആ സന്തോഷം നിങ്ങൾക്ക് തന്നെ ഊഹിച്ചെടുക്കാം അല്ലേ. അപ്പോൾ ഞാനിങ്ങനെ ചാടി കളിക്കായിരുന്നു. ബോത്ത് ത്രൂ പാസ്സായതിനു ശേഷം ചാടി കളിക്കായിരുന്നു. എന്നിട്ട് ഒരു വീടിൻ്റെ ചുറ്റും ഓടിയായിരുന്നു. പിന്നെ അപ്പോൾ ഉമ്മനെ പേടിച്ചു പോയി, ചങ്ങായിക്ക് ഇങ്ങനെ ഭ്രാന്തായോ, ഇത്രയും കാലം പഠിപ്പിച്ചിട്ട് ചങ്ങായി ഭ്രാന്തായി പോയെന്നൊക്കെയുള്ളൊരു രീതിയിലാണ് ഉമ്മ നോക്കുന്നത്. പക്ഷെ എനിക്ക് എപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ നോക്കി വീണ്ടും ഞാൻ ബോത്ത് ത്രൂ പാസ്സായിരുന്നു. പിന്നെ ഞാൻ കഫേയിൽ പോയി, തൂവൂർ, നമ്മൾ ഹൈടെക് സിറ്റിയുള്ള തൂവൂർ പോയിട്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ വീണ്ടും എന്ത് ചെയ്തു, കഫേയിൽ പോയിട്ട് നോക്കി. അപ്പോൾ വീണ്ടും പാസ്സായി. അപ്പോഴാണ് ഞാൻ ഉറപ്പിച്ചത്. എന്നിട്ട് പിന്നെ സ്റ്റാറ്റസൊക്കെ ഇട്ടു. അതൊരു വല്ലാത്തൊരവസ്ഥയാണ്. കാരണം വെച്ചാൽ അതിൻ്റെ സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മുടെ നെഞ്ചിൻ്റെ എന്തോ വലിയൊരു പാറക്കഷ്ണം നമ്മൾ ഇറക്കി വെക്കുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും CA ഫൈനൽ എക്സാമൊക്കെ പാസ്സാവുമെന്ന് പറയുമ്പോൾ. അതിൻ്റെ സന്തോഷം എനിക്ക് ഇപ്പോഴും അനുഭവിക്കാൻ പറ്റും. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്ന് പറയുന്നത്. സോ ഏതായാലും ഇതൊക്കെയായിരുന്നു ഇതാണ് എൻ്റെ ഒരു CA ജേർണിയിലെ ഒരു ചെറിയൊരു സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതുപോലത്തെ സ്റ്റോറിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ സ്റ്റോറികൾ കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും കുറച്ചെങ്കിലും ആളുകൾക്ക് മോക്ക് ടെസ്റ്റിൻ്റെ റെലവൻസും പിന്നെ ഹെൽത്തിൻ്റെ റെലവൻസും മനസ്സിലായിട്ടുണ്ടാവില്ലേ. ഹെൽത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ പഠിച്ചിട്ട് എക്സാം എഴുതാൻ എക്സാം കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അത്രത്തോളം സങ്കടം വേറൊന്നുമില്ല. അപ്പോൾ അത് എല്ലാവരും എന്ത് ചെയ്യുക, ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സോ ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങൾ എക്സാമൊക്കെ എഴുതിയിട്ട് എല്ലാവരും പാസ്സാകാം. റെഡി? യെസ്.